ഇത് കണ്ടോ, ഇത് ഫുട്ബോളല്ല, പന്തൊന്നും അല്ല കേട്ടോ, ഇതാണ് മധുരക്കിഴങ്ങ്. ഇവിടെ അടുത്തൊരു ഞാനിവിടെ കേരള കർഷകർ ഫാമിന്റെ അവിടെ നിന്ന് പച്ചക്കറി മേടിക്കാൻ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷെ ഒരു അത്ഭുതമായി തോന്നി. ഇതൊരു മധുരക്കിഴങ്ങാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ മധുരക്കിഴങ്ങ് മേടിച്ചിട്ട് കൊണ്ട് പുഴുങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ചെത്തിക്കളഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നോക്കാം. അങ്ങനെ ഇത്രയും വലിപ്പം നല്ല മണ്ണാന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത്രയും വലിപ്പം വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേക വളം അതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റബ്ബർ വെട്ടിയ സ്ഥലത്ത് നിന്ന് ഉണ്ടായ ഒരു ഇതാണ് മധുരക്കിഴങ്ങാണ്. അപ്പൊ നമുക്ക് തൂക്കം നോക്കാം ഇതിന്റെ എത്രയാണ് കേട്ടോ. ഇതിപ്പോ 2 കിലോ 200 ഗ്രാമാണ്. അപ്പോൾ ഞാൻ മേടിച്ചത്. ഓക്കെ, ബായ്. ഇത് നമുക്ക് പിന്നെ കാണാം എന്തൊക്കെയാണ്. അപ്പൊ ഇന്നലെ മേടിച്ച മധുരക്കിഴങ്ങ് മുറിച്ചിട്ടുണ്ട്. മുറിച്ച് പീസാക്കി പുഴുങ്ങാൻ വയ്ക്കുക കേട്ടോ. പുഴുങ്ങാൻ കൊണ്ട് വയ്ക്കുകയാണേ. ചെറിയ കറുപ്പൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. അത് മധുരം അധികമൊന്നുമില്ല. പുഴുങ്ങി കഴിഞ്ഞിട്ട് നോക്കട്ടെ എൻ്റെ ടേസ്റ്റ് കണ്ടത് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം പരുവായി തോന്നുന്നു. ആണ്ടോ, ഏകദേശം പരുവായിട്ടുണ്ട്. കത്തി തന്നെ പോയി. മധുരക്കിഴങ്ങ് പുഴുങ്ങി കേട്ടോ. അതിനിപ്പോ അധികം മധുരമൊന്നുമില്ല, ലൈറ്റായിട്ട് മധുരമുള്ളൂ. ടേസ്റ്റ് കുഴപ്പമില്ല. നമ്മുടെ മീൻകറിയോ ഒക്കെ കൂടി തിന്നാൻ മാത്രമുള്ള ഇതാ. അപ്പൊ ഇത് 2 കിലോ 200 ഗ്രാം ഉണ്ടായിരുന്നു ഒരു മധുരക്കിഴങ്ങ്. ഇത് വാങ്ങിയത് അപ്പൊ ഈ കർഷകശ്രീ പച്ചക്കറികൾ വിൽക്കുന്ന സ്ഥലത്ത് വാങ്ങിച്ചതാണ്. കളപ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേലക്കര എടനാട് റൂട്ടിലുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നല്ല മധുരം അധികമില്ല. ഓക്കെ, ബൈ.